DP ജയരാജനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് നാളുകളായി ഒരു ചെറിയ ഇടഞ്ഞു നിൽക്കുന്ന പ്രകൃതം ഉണ്ടല്ലോ. അതായത് ആഡംബര ജീവിതം നയിക്കുക, BJPയുമായി നേതാക്കളുമായി കൂടിക്കാഴ്ചകൾ നടത്തുക, പാർട്ടിയുടെ പ്രധാന പരിപാടികൾ പങ്കെടുക്കാതിരിക്കുക, പിന്നെ അങ്ങനെയുള്ള ഒരു ഇടഞ്ഞു നിൽക്കുന്ന ഒരു പ്രകൃതം കുറച്ച് കാലങ്ങളായിട്ടുണ്ട്. ഇത് മുതലാക്കിയിട്ടാണെന്ന് തോന്നുന്നു. നേരത്തെ സുധാകരൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ BJPയിലേക്കുള്ള യാത്രയുടെ ഒരു വലിയ അടയാളമാണ് ഈ പുസ്തകം എന്നടക്കം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ DP ജയരാജൻ ആത്മകഥയിലൂടെ ഉന്നയിക്കുന്ന ഈ വാദങ്ങളുടെ ഒരു വാല്യൂ എത്രത്തോളമായിരിക്കും പാർട്ടികൾക്കിടയിൽ സ്വീകരിക്കപ്പെടുക? ഈ സുധാകരൻ പറഞ്ഞ പോലെ ഇതിപ്പോൾ BJPയിലേക്കുള്ള EP ജയരാജൻ്റെ യാത്രയുടെ വേറൊരു മൈൽ സ്റ്റോണാണ് ഈ പുസ്തകം എന്നും ഞാൻ വിചാരിക്കുന്നില്ല. നമ്മൾ EP ജയരാജൻ്റെ ഒരു പൊളിറ്റിക്കൽ ജേർണി പരിശോധിച്ച് കഴിഞ്ഞാൽ EP ജയരാജൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ BJPയെ എൻഡോസ് ചെയ്യുകയോ BJPയുടെ ആശയങ്ങളെ എൻഡോസ് ചെയ്യുകയോ അല്ലെങ്കിൽ RSSൻ്റെ ആശയങ്ങളെ എൻഡോസ് ചെയ്യുകയോ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ ഈ ആരോപണം ഉന്നയിക്കുന്ന സുധാകരൻ എൻഡോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പബ്ലിക്കലി അദ്ദേഹം അതാണ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ പബ്ലിക്കലി അങ്ങനെ എൻഡോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ ഈ പുസ്തകത്തിൽ, അതായത് പുസ്തകത്തിൻ്റെ PDF എന്ന് നമ്മൾ പറയേണ്ടി വരും, അല്ലെങ്കിൽ ഇതിൻ്റെ കരട് എന്ന് നമ്മൾ പറയേണ്ടി വരും. ഈ കരടിൽ പറയുന്നത് പോലെ ഈ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് EP ജയരാജൻ BJPയിൽ ചേരാനാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം EP ജയരാജൻ്റെ ഒരു വ്യക്തി സ്വഭാവം അല്ലെങ്കിൽ ഒരു സ്വഭാവം അറിയുന്ന ഏതൊരു മനുഷ്യനും അറിയാം. EP ജയരാജനെ കാണാൻ ചെല്ലുന്ന ആളുകളോ EP ജയരാജൻ്റെ വീട്ടിൽ ചെല്ലുന്ന ആളുകളോ അയാളുടെ ഓഫീസിൽ ചെയ്യുന്ന ആളുകളോടോ ഒക്കെ അദ്ദേഹം എങ്ങനെയാണ് പെരുമാറുക എന്ന് എല്ലാവർക്കും അറിയാം. കാരണം വെച്ചാൽ വളരെ സൗഹൃദത്തോടെ പെരുമാറുന്ന, എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരാളാണ് EP ജയരാജൻ. അവർക്ക് എന്ത് വേണം, അവർക്ക് ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം, അല്ലെങ്കിൽ അവർക്ക് പോകാനുള്ള വണ്ടിയാണെങ്കിൽ വണ്ടി, എന്ത് സൗകര്യവും ചെയ്തു കൊടുക്കുന്ന ആളാണ് EP ജയരാജൻ. അപ്പോൾ അത് തന്നെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ പ്രകാശ് ജാവ്ദേക്കർ വന്നപ്പോഴും വന്നോളൂ, കണ്ടോളൂ, പൊക്കോളൂ, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണേ കഴിക്കാം, സൗഹൃദമായിട്ട് സംസാരിക്കാം, ഇത്രയേ ഉണ്ടാവുള്ളൂ. അതിനപ്പുറം ഉണ്ടാവുമെന്ന് ഞാനിപ്പോഴും വിചാരിക്കുന്നില്ല. എന്തായാലും പക്ഷേ അതിനൊരു വേറൊരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. കാരണം BJP ഇവിടെ ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും സംസാരിക്കുകയും അവരെ BJPയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അത് വിജയിക്കുകയും പൈസ കൊടുത്ത ആളുകളെ റിക്രൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ് പ്രകാശ് ജാവ്ദേക്കർ EP ജയരാജൻ്റെ വീട്ടിലേക്ക് വരാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ EP ജയരാജൻ കാണുകയും ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ദീർഘമായ രാഷ്ട്രീയ പാരമ്പര്യമുള്ള EP ജയരാജന് ഇതൊരു പക്ഷേ പിന്നീട് ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിച്ചേക്കാം. അതുകൊണ്ട് ഞാനിപ്പോൾ അതിന് നിന്ന് കൊടുക്കേണ്ട ഒരാളല്ല എന്ന് സ്വയം തോന്നേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് തോന്നിയില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെയുണ്ട്. അത് മനസ്സിലാക്കിയിട്ടായിരിക്കാം അദ്ദേഹത്തിനെതിരെ ഒരു പക്ഷേ CPM നടപടി എടുത്തിട്ടുണ്ടാവുക. നടപടിയെന്ന് അവർ പറഞ്ഞില്ലെങ്കിൽ പോലും LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് CPMനെ സംബന്ധിച്ച്. ഇപ്പോൾ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. അതിനപ്പുറത്തേക്ക് ഞാൻ വിചാരിക്കുന്നില്ല ഇത് ഏതെങ്കിലും വിധത്തിൽ ഇപ്പോൾ BJPയിലേക്കുള്ള യാത്രയാണ് എന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് മാറുകയാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ EP ജയരാജന് തന്നെ അറിയാം അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ കരിയർ ഏതാണ്ടൊരു അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം അദ്ദേഹം CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായി, ഒരു ടേം മന്ത്രിയായി, പലതവണ MLA ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് അച്ചീവ് ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ കരിയറിൽ അച്ചീവ് ചെയ്യാൻ പാകത്തിലേക്കൊന്നും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കുന്നൊരു വ്യക്തിയായിരിക്കും അദ്ദേഹം. ഒരുപക്ഷെ അടുത്ത പാർട്ടി സമ്മേളനം കഴിയുമ്പോഴത്തേക്കും LDF കൺവീനർ സ്ഥാനത്തു നിന്ന് മാറിയത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അദ്ദേഹം CPMൻ്റെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് മാറിയേക്കാം, അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിൽ അദ്ദേഹത്തെ ഒഴിവാക്കിയേക്കാം. സാധ്യതയുള്ളൊരു കാര്യമാണ്. കാരണം പുതിയ തലമുറയ്ക്ക് സ്ഥാനം കൊടുക്കുക എന്നുള്ളത് അവരുടെ ഒരു രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതും ഉണ്ടാവാം. അപ്പോൾ വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഇപ്പോൾ എന്താണ് എനിക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഇന്നലെ ഇലക്ഷൻ പ്രചാരണം അവസാനിച്ചതിന് ശേഷം നിശബ്ദ പ്രചാരണം നടക്കുമ്പോൾ PV അൻവർ എന്തിനാണ് ചേലക്കരയിൽ ഒരു വാർത്താ സമ്മേളനം നടക്കുന്നത്? കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് PV അൻവറിനെ ആരും അറിയുന്നില്ല, ആരും കേൾക്കുന്നില്ല. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഉണ്ട് എന്ന് സ്ഥാപിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളിവിടെ ഇപ്പോഴും ലൈവായിട്ടുണ്ട്, ഞങ്ങളിതാ കുറേ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്ന് ജനങ്ങളോട് പറയണമെങ്കിൽ ഇതിൽ നല്ലൊരു സ്ട്രാറ്റജി കിട്ടാനില്ല. അതുപോലെ ഒരു കരിയറിൻ്റെ എൻഡിലേക്ക്, പൊളിറ്റിക്കൽ കരിയറിൻ്റെ എൻഡിലേക്ക് എത്തിയ ഒരാൾക്ക് സംഭവിച്ചു പോയേക്കാവുന്ന ഒരു അബദ്ധമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സാമർഥ്യം എന്നോ ഒക്കെ പറയാം എന്നേ ഞാനിതിനെ വിചാരിക്കുന്നു.